الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلموا أمة سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഇഖ്ലാസും തഖ്വയും നൽകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ലൊരു മുത്തഖിയായി ജീവിക്കാനുമുള്ള ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകട്ടെ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്കിൻ്റെ ആശയ വിശദീകരണമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് നാം വിവരിച്ചത് അവിശ്വാസികളായ വിഭാഗം ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും അള്ളാഹുവിനെ വിശ്വസിക്കാത്ത വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴുണ്ടാകുന്ന നരകത്തിൻ്റെ അതിഭീകരമായ അവസ്ഥ. കാഫിരീങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ നരകം ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠിന കഠോരമായ കോപവും കാരണം സ്വയം പൊട്ടിത്തെറിച്ചു ചിന്നിച്ചിതറും വിധം അതാ തിളച്ചു മറിയുന്ന ഒരു വല്ലാത്ത രംഗമാണ് ആ സമയം നരകത്തിന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തകാദു തമയ്യസു മിനൽ ഗൈദ് كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തകാദു തമയ്യസു മിനൽ ഗൈദ്. നരകമതാ ആ നരകത്തിൻ്റെ കോപം കാരണം വേർപിരിയാനടുത്താകും. തകാദു തമയ്യസ്, നരകം വേർപിരിയാനടുത്താകും, പൊട്ടി വേർപ്പെടാനാകും. ആ നരകത്തിൻ്റെ കോപം കാരണം അവിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നോക്കുമ്പോൾ അതാ നരകത്തിന് വല്ലാത്ത കോപമാണ്. ആ കോപം കാരണം അതാ ഗദ്ബൻ അലൽ കുഫാർ, കാഫിരീങ്ങളോടുള്ള കോപം കാരണം നരകമതാ പൊട്ടിപ്പിളരാനടുത്താകും, വേർപിരിയാനടുത്താകും. തതഖത്ത, വേർപിരിയുക. അങ്ങനെയാണ് തഫ്സീർ ജലാലിനിൽ കാണുന്നത്. വേർപിരിയാനടുത്താകും. ആ നരകത്തിൻ്റെ കോപം, കാഫിരീങ്ങളോടുള്ള അവിശ്വാസികളോടുള്ള ആ കോപം കാരണം നരകം ഇങ്ങനെ പൊട്ടിച്ചിതറി ചിന്നിച്ചിതറി വേർപെട്ടു പോകുന്ന രൂപത്തിൽ അത്രക്ക് കോപം കൊണ്ട് തിളച്ചു മറിയുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥ. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ. എന്നാൽ ആ നരകത്തിലേക്ക്
നരകവാസികളെ അങ്ങ് എറിയപ്പെടുമ്പോൾ ആ നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ആ നരകത്തിലേക്ക് ഓരോ സംഘം അവിശ്വാസികളെയും ഇടപെടുമ്പോൾ അവരോട് മലക്കുകൾ ചോദിക്കുകയാണ്. മാലിക് എന്ന മലക്കും, മാലിക്കുൻ വ അൻവാഉഹു എന്നാണ് റാസിമാം പറഞ്ഞിരിക്കുന്നത്. മാലിക് എന്ന മലക്കും മാലിക് എന്ന മലക്കിൻ്റെ കൂട്ടാളികളും ചോദിക്കുകയാണ്. സുആല തൗബീഖ്, നല്ലൊരു ചോദ്യമൊന്നുമല്ല, ആക്ഷേപാർഹമായ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ആ നരകവാസികളോട് നരകത്തിലേക്ക് അങ്ങിടപ്പെടുമ്പോൾ ആ നരകവാസികളോട് മാലിക് എന്ന മലക്ക് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നുവോ, ഉത്ബോധകർ വന്നില്ലായിരുന്നുവോ, ഇത്തരത്തിലുള്ള ഒരു അദാബ് നിങ്ങൾക്ക് നാളെ വരാനിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന റസൂൽ മുർസലീങ്ങൾ വന്നില്ലായിരുന്നുവോ, പിന്നെ എന്താണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്നതാ മാലിക് എന്ന മലക്ക് അവിശ്വാസികളോട് ചോദിക്കുന്നു. നരകവാസികളെ നരകത്തിലേക്ക് 70 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചങ്ങ് വലിച്ചെറിയുമ്പോൾ ആ നരകത്തിൻ്റെ കോപം കാരണം പൊട്ടി വേർപ്പെടാനടുത്താകും ആ ഒരു രൂപത്തിൽ വല്ലാത്തൊരവസ്ഥയാണ്. തിളച്ചു മറിയുകയാണ് നരകം. നരകവാസികളെ എല്ലാം നരകത്തിലിട്ടാലും ഒരിക്കലും നരകം നിറയുകയില്ല. അത്ര വലിയ വിശാലമാണ് നരകം. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതാണ് നരകത്തിൻ്റെ 7 തട്ടുകളെക്കുറിച്ചൊക്കെ, അതേപോലെ തന്നെ 7 വാതിലുകളെക്കുറിച്ചൊക്കെ. ആ നരകമുണ്ടല്ലോ, അതിൻ്റെ അത്യുഷ്ണമായ കോപം, അതിൻ്റെ ആ ഇരുമ്പൽ, അതെല്ലാം കാരണം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എന്നാൽ ആ നരകത്തിലേക്ക് എല്ലാ നരകവാസികളെയും ഇട്ടാലും നരകം നിറയുകയില്ല. യൗമ നഖൂലു ലിജഹന്നം ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. ആ ദിവസം അതാ ജഹന്നമിനോട്, നരകത്തോട് നാം ചോദിക്കുന്നതാണ്, ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. ഹലിം തലഅതി, നീ നിറഞ്ഞോ നരകമേ, വതഖൂലു ഹൽ മിൻ മസീദ്. അങ്ങനെ നരകത്തോട് നാം ചോദിക്കുമ്പോൾ നരകമതാ മറുപടി പറയുകയാണ്, വതഖൂലു ഹൽ മിൻ മസീദ്. കൂടുതലായി ഇനി വല്ലതും ഉണ്ടോ, ഇനി ആരെങ്കിലും നരകത്തിലേക്ക് ഇടാനുണ്ടോ, എന്നാൽ അവരെയും നരകത്തിലിടൂ. നരകം നിറയുകയില്ല. വീണ്ടും വീണ്ടും കുറ്റവാളികളെ നരകത്തിലേക്കിട്ടാലും നരകം ഒരിക്കലും നിറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ആ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അതാ നരകവാസികൾ പറയുന്നു, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഖാലൂ, അവർ മറുപടി പറയും, ബലാ, അങ്ങനെയല്ലാതെയല്ല, അതേ മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, ഉത്ബോധകർ വന്നിരുന്നു, റസൂല് വന്നിരുന്നു, എല്ലാം ഞങ്ങൾക്ക് ഉപദേശം തന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, തീർച്ചയായും മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്, മുർസലീങ്ങൾ വന്നിട്ടുണ്ട്, പ്രബോധനം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ, എന്നാൽ ഞങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചില്ല, ആ മുർസലീങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചില്ല. വഖുൽനാ, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ശൈഇ, ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ലെന്ന് ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വലിയ പിഴവിൽ അല്ലാതെയല്ല എന്നതാ ഈ കാഫിരീങ്ങൾ, ഈ നരകവാസികൾ ആ മുർസലീങ്ങളോട്, ദൂതന്മാരോട് പറയുകയും ചെയ്തു. നിങ്ങൾ
പറയുന്നത് വെറും കളവാണ്, നിങ്ങൾ വെറും ളലാലത്തിലാണ്, വഴികേടിലാണ് എന്ന് ആ മുർസലീങ്ങളോട് പറയുകയും ചെയ്തു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഈ ആയത്തിന് മറ്റൊരു വ്യാഖ്യാനവും കൂടിയുണ്ട്. യുഹ്തമലു അൻ യകൂന മിൻ കലാമിൽ മലായിക. ഇത് മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള സംസാരമാണ്, മലക്കുകൾ അവിശ്വാസികളോട് പറയുകയാണ് എന്നും അഭിപ്രായമുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് പറയുമ്പോൾ മുർസലീങ്ങൾ ഞങ്ങൾക്ക് വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ ആ മുർസലീങ്ങളെ കളവാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ മലക്കുകൾ ഈ അവിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാണ്. ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. പിന്നെയും നരകവാസികൾ പറയുകയാണ് വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. വഖാലൂ ലൗ കുന്നാ നസ്മഅ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, മുർസലീങ്ങൾ ഞങ്ങൾക്ക് വന്ന് പ്രബോധനം ചെയ്തപ്പോൾ ഞങ്ങളോട് അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന ബിംബങ്ങൾക്ക് നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, സൂര്യന് നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഏതെങ്കിലും മറ്റ് വസ്തുക്കൾക്കോ മറ്റ് ശക്തികൾക്കോ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ, ഞാൻ അവൻ്റെ റസൂലാണ് എന്നൊക്കെ മുർസലീങ്ങൾ വന്ന് പ്രബോധനം ചെയ്തപ്പോൾ അത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, അത് ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നരകവാസികളിൽ, നരകത്തിൻ്റെ ആൾക്കാരിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല. എന്ത് പറഞ്ഞിട്ടെന്താ? പിന്നീട് അവിശ്വാസികൾ, നരകവാസികൾ പറയുകയാണ് ആ മുർസലീങ്ങൾ വന്ന് ഞങ്ങളോട് പ്രബോധനം ചെയ്തപ്പോൾ ഞങ്ങളത് കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഔ ആഖില തഫക്കുരിൻ, ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ കത്തിയാളുന്ന നരകത്തിൽ ഞങ്ങൾ കടക്കുമായിരുന്നില്ല, പ്രവേശിക്കുമായിരുന്നില്ല. ഔ നഅഖിൽ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയുകയാണ് വദല്ല അലാ ഹാദാ അന്നൽ കാഫിറ ലം യുഅത മിനൽ അഖ്ലി ശൈഅ. അവിശ്വാസികൾക്ക് ശരിക്കും വിവരം എന്ന് പറയുന്ന, ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം ഒരു കാര്യമേയില്ല. ഈ കാണുന്ന ആകാശം പടച്ചു, ഭൂമി പടച്ചു, അതിൽ ഇത്രയും അധികം സസ്യജാലങ്ങളെ, ജന്തുജാലങ്ങളെ ഒക്കെ പടച്ചു, വളരെ കൃത്യമായി നിയന്ത്രിച്ചു പരിപാലിച്ചു പോരുന്ന ഒരു പടച്ചോനില്ലാതെ ഇങ്ങനെ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട്. ആ ഒരു സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ബുദ്ധിയാണുള്ളത്? അവന് ബുദ്ധിയില്ല. ഏതൊരു മനുഷ്യനും അവൻ തെറ്റു ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നിന്നുള്ള ജീവിതത്തിന് ശേഷം നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഇതിനൊക്കെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. ആ സമയത്ത് ഖേദിച്ചതുകൊണ്ടോ ഖേദപ്രകടനം നടത്തിയതുകൊണ്ടോ ഒരു കാര്യവും ആയില്ല. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഫഅ്തറഫൂ, ആ നരകവാസികൾ സമ്മതിച്ചു. ഹൈസു ലാ യൻഫഉൽ ഇഅ്തിറാഫ്, ആ സമയത്ത് അവർ ചെയ്ത തെറ്റിനെ ഏറ്റുപറഞ്ഞതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാകുകയില്ല. ആ സന്ദർഭത്തിലാണ് അവർ സമ്മതിക്കുന്നത്. കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഫഅ്തറഫൂ ബിദംബിഹിം, അവർ അവരുടെ തെറ്റിനെ ഏറ്റു സമ്മതിക്കുകയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. എന്താ അവരുടെ തെറ്റ്? അവർ മുർസലീങ്ങൾ വന്ന് അള്ളാഹുവിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അതാ ആ മുർസലീങ്ങളെ അവർ കളവാക്കുകയാണ്. ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് കുറ്റം പറ്റിപ്പോയി, ഞങ്ങൾ തെറ്റുകാരായിപ്പോയി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
മുർസലീങ്ങൾ വന്ന് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക്, വിശുദ്ധ പന്ഥാവിലേക്ക് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ അവർ വിശ്വസിച്ചില്ല, മുർസലീങ്ങളെ അവർ അംഗീകരിച്ചില്ല. എന്നാൽ അവർ നരകത്തിലിടുമ്പോൾ, അവർ നരകത്തിൽ കിടക്കുമ്പോൾ അവർ അതാ സമ്മതിക്കുകയാണ്, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷേ ഒരു കാര്യം അവർക്കില്ല. ഫഅ്തറഫൂ, അവർ സമ്മതിച്ചു, ബിദംബിഹിം, അവരുടെ തെറ്റിനെ ഏറ്റു സമ്മതിച്ചു. പക്ഷേ അന്നേരം ഏറ്റു സമ്മതിച്ചതുകൊണ്ട് ഒരു കാര്യവുമായില്ല. ദുനിയാവിൽ നിന്നായിരുന്നു സമ്മതിക്കേണ്ടത്, ദുനിയാവിൽ നിന്നാണ് തൗബ ചെയ്യേണ്ടത്, ദുനിയാവിൽ നിന്നായിരുന്നു അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടത്, മുർസലീങ്ങളെ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ എന്ത് സമ്മതിച്ചതുകൊണ്ടും ഒരു കാര്യവുമായില്ല. ഫഅ്തറഫു ഹൈസു ലാ യൻഫഉൽ ഇഅ്തിറാഫ്, അവരുടെ ഇഅ്തിറാഫ്, അവരുടെ സമ്മതിക്കൽ കൊണ്ട് ഒരു കാര്യവുമായില്ല, അന്നേരം ഉപകാരം ചെയ്യുകയില്ല. ആ സമയത്താണ് അവർ അവരുടെ തെറ്റിനെ ഏറ്റു സമ്മതിക്കുന്നത്. വഹുവ തക്ദീബുർ റുസുൽ, അവർ മുസ്ലിങ്ങളെ കളവാക്കിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോഴതാ ആ അവിശ്വാസികളോട്, നരകവാസികളോട് അല്ലാഹു തആല പറയുകയാണ്, ഇങ്ങനെയൊക്കെ അവർ തെറ്റ് ഏറ്റു സമ്മതിച്ചപ്പോൾ അവരോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യവുമില്ല. ഫസ്ഹഖൽ ലി അസ്ഹാബിസ് സഈർ, ഫസ്ഹഖാ, അകലട്ടെ, ദൂരത്താവട്ടെ, ലി അസ്ഹാബിസ് സഈർ, നരകവാസികളോട് അല്ലാഹു തആല പറയുകയാണ്, ഫബുഅദൻ ലഹും അൻ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ദൂരത്താവൂ, അകലട്ടെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഏതൊരു മനുഷ്യനും അവൻ നരകത്തിൽ കടക്കുകയില്ല, അവന് നരകമാണ് ഏറ്റവും അവകാശപ്പെട്ടത്. സ്വർഗത്തേക്കാൾ അവൻ അവകാശപ്പെട്ടത് നരകമാണ് എന്ന് അവന് വ്യക്തമായി മനസ്സിലായിട്ടല്ലാതെ നാളെ അവൻ നരകത്തിൽ കടക്കുകയില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകളും കുറ്റങ്ങളൊക്കെ സമ്മതിക്കേണ്ടത് നാളെ ആഖിറത്തിലെത്തിയിട്ടല്ല, ഇവിടെ നിന്ന് മനസ്സിലാക്കണം. തെറ്റുകൾ സ്വാഭാവികമായും മനുഷ്യന്മാരിൽ വരും. പക്ഷേ അതൊക്കെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു തആല അതൊക്കെ പുറത്തു തരും. ഒരു പണ്ഡിതൻ സമൂഹത്തോട് അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ ആ പണ്ഡിതന് നേരെ കുതിര കയറുന്നവരെ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്ന കാര്യം മറന്നു പോകണ്ട. ഒരു പള്ളിയിലെ ഖതീബ് ജുമുഅക്ക് ശേഷം നാട്ടിൽ നടക്കുന്ന തിന്മക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ, കഞ്ചാവിനെതിരെ, മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ, യുവാക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ, ഓ മൊയ്ലിയാരിതാ കീശ വീർപ്പിക്കാൻ വേണ്ടി പലതും പറയുകയാണ്, ഓ ഖതീബിതാ വലിയ ആളാവാൻ വേണ്ടി എന്തെങ്കിലും പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഖതീബിനെതിരെ, ഉസ്താദിനെതിരെ കൊഞ്ഞനം കുത്തുന്നവരെ നാളെ അള്ളാഹുവിൻ്റെ കോട്ടിലെത്തുമ്പോൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. അന്നേരം നിങ്ങളെത്ര ഖേദപ്രകടനം നടത്തിയിട്ടും കാര്യമില്ല. സ്വന്തം മാതാവോ പിതാവോ മക്കളോട് നല്ല കാര്യം ഉപദേശിക്കുമ്പോൾ, മോനെ അത് നീ ചെയ്യാൻ പാടില്ല, മകളെ നീ ഇന്ന തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ കൈകളിലൊക്കെ സുലഭമായി നാം സർവ്വസമയം സദാസമയം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ, അതുകൊണ്ട് എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത്. ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യ സ്ത്രീയോടതാ സദാസമയം ചാറ്റിലും വീഡിയോ കോളും സംസാരവുമായി നിൽക്കുമ്പോൾ ഇതൊക്കെ വ്യഭിചാരമാണ്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, ചെവി കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുമ്പോൾ, ഉമ്മയതാ പറയുന്നു, ബാപ്പയതാ പറയുന്നു, മോളെ ഈ കാര്യങ്ങളൊന്നും നീ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ ബാപ്പാക്ക് ബാപ്പാൻ്റെ പണി നോക്കിയാൽ പോരെ എന്നാണ് പറയുന്നത് മക്കള്. ഉമ്മാക്ക് ഉമ്മാൻ്റെ പണി നോക്കിയാൽ പോരെ എന്നാ പറയുന്നതെങ്കിൽ നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ വെറുതെ വിടൂല അല്ലാ. അതിനൊക്കെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും.
ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തീർച്ചയായും നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ വേണ്ടാത്ത ചിന്തകൾ എല്ലാറ്റിനെയും കുറിച്ച് നാളെ അല്ലാഹു ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കപ്പെടുന്നതാണ്. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ വളരെയേറെ ഉപകാരമുള്ള ഒരു ഉപകരണമാണ്. പക്ഷേ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച രൂപത്തിലല്ല അതിനെ ഉപയോഗിച്ചതെങ്കിൽ ഉപയോഗത്തേക്കാൾ ഉപദ്രവമാണ്. എത്ര യുവതി യുവാക്കളാണ് വഴിതെറ്റുന്നത് ഈ മൊബൈലിലൂടെ, വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. എന്ത് തെറ്റുകൾ ചെയ്താലും നാളെ ആഖിറത്തിലെത്തുമ്പോൾ, അള്ളാഹുവിൻ്റെ കോട്ടിലെത്തുമ്പോൾ അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. അന്നേരം നാം സമ്മതിച്ചതുകൊണ്ടോ തെറ്റിയേറ്റ് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമായില്ല. ഭർത്താവ് അതാ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, എന്തിനാ സദാസമയം ഈ മൊബൈലിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബും അതേപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമുമായി സമയം ചെലവഴിക്കുന്നത്, സദാസമയം സ്റ്റാറ്റസ് വീഡിയോ, വേണ്ടാത്ത വീഡിയോസുകൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുമ്പോൾ, നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ, നിങ്ങളും അങ്ങനെയൊക്കെ പ്രവർത്തിക്കാറില്ലേ, എൻ്റെ കാര്യം എന്തിനാ ഇങ്ങനെ നിങ്ങൾ നോക്കുന്നത്? നാളെ ആഖിറത്തിലെത്തുമ്പോൾ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന കാര്യം മറന്നു പോകരുതേ. നിങ്ങൾ മാത്രമല്ല നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെയും സ്വശരീരത്തെയും നിങ്ങൾ കാക്കണം. വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബക്കാരെയും കത്തിയാളുന്ന നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, അതാണ് പള്ളിയിലെ ഖതീബ് ജുമാക്ക് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, പിതാവ് സ്വന്തം മക്കളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ നാം ചെയ്ത തെറ്റിന് അന്നേരം സമ്മതിച്ചതുകൊണ്ട് ഒരു കാര്യവും ആയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നരകവാസികളെ കുറിച്ച് പറയുകയാണല്ലോ, ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. ഫഅതറഫൂ ബിദംബിഹിം, അവർ അവരുടെ തെറ്റിനെ ഏറ്റു സമ്മതിച്ചു. പക്ഷേ അന്നേരം സമ്മതിച്ചതുകൊണ്ട് അവർക്ക് ഒരു കാര്യവുമായില്ല. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, നരകവാസികളോടതാ പറയുകയാണ്, ഫസുഹ്ഖാ ഫസുഹ്ഖാ, അകലട്ടെ, ദൂരത്താവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ആ നരകവാസികളിൽ നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും ഒരാളെയും പെടുത്താതിരിക്കട്ടെ. ഒരു സമയം പോലും, ഒരു ചെറിയ സെക്കൻഡ് പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. സൂറത്തുൽ മുൽക്കിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും ഖബൂലാക്കട്ടെ. ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും ഗഫൂറായ റഹീമായ മാലിക്കുൽ മുൽക്കായ അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.